ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സവോള ഇട്ട് കൊടുക്കണം, എനിക്ക് തനിയെ ഗോതമ്പ് പൊടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ സവോളയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പം നമുക്കതിന് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് പെട്ടെന്ന് അതിങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് അത് കട്ടയില്ലാണ്ട് കിട്ടണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ലപോലെ ഇങ്ങനെ ആ ഫോർക്ക് സ്പൂണും കൊണ്ട് ആക്കുമ്പോൾ കട്ടയില്ലാതെ കിട്ടും. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദോശ ഒഴിക്കാനുള്ള പാകത്തിനാണോ എന്നുള്ള വെള്ളം നോക്കിയിട്ട് ഒഴിക്കാം. അപ്പോൾ നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് 2-3 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ 2ആയിട്ട് കീറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുതിന ഇല ചേർത്ത് കൊടുക്കാം. ഞാൻ പുതിന ഇലയുടെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 തണ്ട് മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂട് തട്ടുന്നതിനനുസരിച്ച് പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പെട്ടെന്നായി കിട്ടും. അതൊന്ന് ഇങ്ങനെ വാട്ടിയെടുക്കുക. നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ പച്ച കളറ് മാറില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് പുളി ചേർക്കണമായിരുന്നു, ഞാനത് മറന്നു പോയതാണ്. അപ്പം നമുക്ക് കുറച്ച് പുളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ഉള്ളിയുടെ വലുപ്പത്തിൽ ചെറിയൊരു കഷ്ണം പുളി ചേർത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ, അപ്പോൾ ഞാൻ ദോശക്കല്ലിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എല്ലായിടത്തും ദോശക്കല്ല് മൊത്തം ഒന്ന് പുരട്ടിയെടുക്കുക. നമുക്ക് അതിലേക്ക് ദോശ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ദോശ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമുക്കിന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എനിക്ക് ഗോതമ്പ് പൊടി മാത്രം ഉണ്ടാക്കുന്ന ദോശ ഇഷ്ടമല്ല, അല്ലെങ്കിൽ തേങ്ങയും മധുരമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അട ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ദോശകളും ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ചട്നി അരച്ച് വെച്ചതൊന്ന് കടുക് വറുക്കണം. അതിന് വേണ്ടിയിട്ടൊരു സോസേജ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ താളിച്ചെടുക്കുക. നമുക്കത് ആ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പുതിന ചട്നി ആയിട്ടുണ്ട്, ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിച്ചൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.